ഹാസ്യ ഗൗരവ വേഷങ്ങളിൽ ഒരുപോലെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിവുള്ള ഏറ്റവും പ്രതിഭാധനനായ നടനാണ് സുരാജ് വെഞ്ഞാറമ്മൂട്. അൻവർ റഷീദ് സംവിധാനം ചെയ്ത മമ്മൂട്ടിയുടെ രാജമാണിക്യം എന്ന സിനിമയിൽ തിരുവനന്തപുരം ഭാഷ കൈകാര്യം ചെയ്യുവാൻ മമ്മൂട്ടിയെ സഹായിക്കുവാനെത്തിയ സുരാജ് മിമിക്രിയിലൂടെ സിനിമയിലെത്തി. ഉപനായകനും നായകനും സഹനടനുമൊക്കെയായി അവസാനം അഭിനയത്തിൻ്റെ കാണാപ്പുറങ്ങൾ കാണിച്ച് മികച്ച നടനുള്ള ദേശീയ അവാർഡ് വരെ നേടി. തുടക്കത്തിൽ കോമഡിയിലൂടെ കടന്നു വന്ന് തന്നിലെ ഇരുത്തമെന്ന അഭിനേതാവിനെ തേച്ചുമിനുക്കി ഇപ്പോൾ ഏത് വേഷവും ആ കൈകളിൽ ഭദ്രമാണെന്ന് തോന്നിപ്പിക്കുന്ന പ്രകടനത്തിലൂടെ തിരക്കുള്ള നടനായി അദ്ദേഹം മാറി. പുറത്തു വരുന്ന ഓരോ സിനിമ കഴിയും തോറും മലയാളികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സുരാജ് എന്ന നടൻ. കോമഡി കഥാപാത്രങ്ങളിലൂടെ സിനിമയിലെത്തിയത് കൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹത്തിന് എല്ലാ പോലീസ് കഥാപാത്രങ്ങളിലും ആ ഒരു സവിശേഷത കാണാൻ കഴിയും. പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇയാളൊക്കെ എങ്ങനെ ഒരു പോലീസുകാരനായി എന്ന് തോന്നിപ്പിക്കുന്ന പോലീസ് വേഷങ്ങളിൽ നിന്ന് വളരെ ഗൗരവമുള്ള പോലീസുകാരനിലേക്ക് മാറിയിരിക്കുകയാണ് സുരാജ് ഇപ്പോൾ. ഇടിവിട്ട് സുഗുണനിൽ നിന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കുരുവിള ജോസഫിലൂടെ SP സജൻ കുമാർ വരെ എത്തി നിൽക്കുന്നു സുരാജ് എന്ന നടൻ. പോക്കിരി രാജിയിലെ ഇടിവിട്ട് സുഗുണനിൽ നിന്നും കുട്ടൻപിള്ളയുടെ ശിവരാത്രിയിലെത്തിയപ്പോൾ സുരാജിൻ്റെ അഭിനയം വളരെയധികം പക്വമായി തോന്നി. ഈ സിനിമയിൽ സീനിയർ കോൺസ്റ്റബിൾ പ്ലാച്ചോട്ടിൽ കുട്ടൻപിള്ളയെ അതിമനോഹരമായാണ് സുരാജ് അവതരിപ്പിച്ചത്. കുട്ടൻപിള്ളയും അയാളുടെ പറമ്പിലെ വരിക്കപ്ലാവും മലയാളിയുടെ മനസ്സിൽ മാത്രമല്ല വയറം നിറച്ചു എന്ന് വേണം പറയാൻ. ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ചിത്രത്തിൽ സുരാജ് പൃഥ്വിരാജിനേക്കാളും ഒരു പടി മുൻപിൽ കടന്നു എന്ന് തന്നെ പറയാം. ഇനി താൻ ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിച്ചാൽ മതിയെന്ന സുരാജിൻ്റെ പഞ്ച് ഡയലോഗ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഒരേ സമയം നായകൻ്റെ ആരാധകനായും നായകൻ്റെ മുന്നിൽ തനകുലിക്കാത്ത മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായും സുരാജ് കസറി. ട്രോളന്മാർ ആഘോഷിക്കുന്ന ഒരു കഥാപാത്രമാണ് ഇടിവിട്ട് സുഗുണൻ. ഈ ചിത്രത്തിൽ സുരാജ് പറഞ്ഞ ഒട്ടേറെ ഡയലോഗുകൾ ഇപ്പോഴും ആളുകളെ ചിരിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവൻ ജനിക്കേണ്ടവനേ അല്ല, ഞാൻ വളരെ വളരെ സ്ട്രിക്റ്റാണ് എന്നൊക്കെയുള്ള ഡയലോഗുകൾ അക്കൂട്ടത്തിൽപ്പെടുന്നവയാണ്. ഇതൊക്കെയാണെങ്കിലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ആക്ഷൻ ഹീറോ വിജുവിലെ സുരാജിൻ്റെ ഭാര്യ മറ്റൊരാളിൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ തൻ്റെ മകളെ ലഭിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വന്ന് കാണിക്കുന്ന അഭിനയ മുഹൂർത്തം ഹൃദയത്തിൽ നിന്ന് അത് എത്ര മായ്ച്ചു കളഞ്ഞാലും മായാത്തൊരു ദൃശ്യമാണ്. പിന്നെ തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന സിനിമയിലെയും ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയിലെയും മിതത്വം നിറഞ്ഞ അഭിനയം കയ്യടി അർഹിക്കുന്നതാണ്. എൻ്റെ ഹൃദയം എന്ന അഭ്രപാളിയിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പലിലെ സുരാജിൻ്റെ അഭിനയം എന്നും നിറഞ്ഞു തന്നെ നിൽക്കും. ഒരു പകരക്കാരനും അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയാത്തവണ്ണം തൻ്റെ നടന പൂർണ്ണത കണ്ടെത്തിയിരിക്കുന്നു. ഹാസ്യ നടനുള്ള അവാർഡും കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നല്ല നടനുള്ള അവാർഡും പേരറിയാത്തവർ എന്ന ചിത്രത്തിലൂടെ ദേശീയ അവാർഡ് വരെ കരസ്ഥമാക്കിയ സുരാജ് വെഞ്ഞാറമ്മൂടിന് ഇനിയും അഭിനയത്തിൻ്റെ കൊടുമുടികൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന് GPS മീഡിയ ആത്മാർത്ഥമായും ആശംസിച്ചുകൊള്ളുന്നു.